നമ്മുടെ രണ്ട് വണ്ടിയും ടെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയേക്കോട്ടോ. സ്റ്റോപ്പിലിട്ട് നമ്മൾ ടെസ്റ്റ് വർക്കിൻ്റെ വണ്ടി കയറ്റിയാൽ ഏകദേശം 1,15 ലക്ഷം ചിലവാകും. പിന്നെ ഇതാണ് നമ്മുടെ MDA എഞ്ചിൻ. 2523 cc തന്നെ കേട്ടോ രണ്ട് എഞ്ചിനും വരുന്നത്. പിന്നീടെന്ന് പറയുമ്പോൾ എഞ്ചിൻ സൗണ്ടിൽ നല്ല സ്മൂത്ത് എഞ്ചിൻ സൗണ്ടാണ് ഈ ഒരു വണ്ടിക്ക്. ഈ വണ്ടി 5-6 ദിവസം കണ്ടു രണ്ട് വണ്ടി. അപ്പോൾ രണ്ടുപേര് വന്നവരെല്ലാം പറഞ്ഞത് ഇത്രയും പൈസ വണ്ടിയിലേക്ക് എന്താ കാണാനൊന്നുമില്ലല്ലോ പുറമെ, എവിടെ മുടക്കിയതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതാ എൻ്റെ സംശയം. ഹലോ മച്ചാമാരെ, അപ്പോൾ മഞ്ചിക്കുട്ടി ജീപ്പ് എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മുടെ രണ്ട് വണ്ടിയും ടെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയേക്കോട്ടോ. ഇന്നേക്ക് 13 ദിവസത്തിനുള്ളിൽ രണ്ട് വണ്ടിയും ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തീർത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടോട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓരോ പാർട്ടാക്കി വർക്കിംഗ് വീഡിയോസൊക്കെ, വണ്ടി പണിതിറക്കിയ വീഡിയോസൊക്കെ. അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ട് വരിക. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പണിയെല്ലാം കഴിഞ്ഞത് കുട്ടപ്പനാക്കി രണ്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെയും വിശേഷങ്ങളൊക്കെ ആയിട്ടോ ഉണ്ടാക്കണേ. മോഡൽ പറഞ്ഞേക്കടാ വണ്ടിയുടെ. അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാവർക്കും തന്നെ അറിയാം, 93 മോഡലിൻ്റെ ജീപ്പാണിത്. ഇതാണെങ്കിൽ 2003 മോഡലിലെ CL500, ഇത് CJ 500. ഓക്കെ. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ ഈ രണ്ട് വണ്ടി നമ്മുടെ വീട്ടിലിട്ടാണ് പണിതത്. ഈ വണ്ടിയുടെ എല്ലാ പണിയും വർക്ക്ഷോപ്പിൽ കയറ്റാതെ നമ്മുടെ വീട്ടിലിട്ടാണ് എല്ലാ പണിയും ചെയ്തേക്കണം, പെയിൻറ്റിങ് ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളുടെയും വർക്ക്, നമ്മൾ ചെയ്ത വർക്കും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ MDA തന്നെ തുടങ്ങിക്കോ ആശികെ. അപ്പോൾ ഈ വണ്ടിയുടെ ഇതിലേക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഈ വണ്ടിയിൽ പാച്ച് വർക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 15,000 രൂപയുടെ പാച്ച് വർക്ക് നമ്മൾ ചെയ്തു. പക്ഷേ നമ്മുടെ വണ്ടിയിൽ അത് വലിയ രീതിയിൽ പാച്ച് വർക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അതുപോലെ കൊണ്ടുനടക്കുന്ന വണ്ടി കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു, ഇതിൽ കുറച്ചുണ്ടായിരുന്നു പാച്ച് വർക്കിൻ്റെ കേസ്. പിന്നെ നോക്കുവാണെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ കേസ്. പെയിൻറ്റിങ് ആണെങ്കിൽ ഈ വണ്ടിയുടെ കമ്പനി കളർ തന്നെ അടിച്ചാണേ. 19 രൂപ കണ്ട് വന്നു പെയിൻറ്റിങ്ങിന് മൊത്തത്തിൽ ഈ വണ്ടിക്ക്. ആ വണ്ടിക്കും സെയിം തന്നെ കേട്ടോ വന്നേ. ഇത് മെറ്റാലിക്കാണ്, ഇത് സോൾഡ് പെയിൻ്റാണ്, സോൾഡ് കമ്പ്യൂട്ടർ പെയിൻറ്റും, ഇത് മെറ്റാലിക്ക് കമ്പ്യൂട്ടർ പെയിൻറ്റും. അപ്പോൾ അങ്ങനെ തമ്മിലുള്ള വ്യത്യാസമുണ്ട് പെയിൻറ്റിങ്ങിൽ. പിന്നെ നോക്കുവാണെങ്കിൽ ഈ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റും രണ്ട് ഫെൻഡറും നമ്മൾ പുതിയത് വാങ്ങിച്ച് വെച്ചേക്കണം കേട്ടോ. ബോണറ്റിന് ഏകദേശം 5,400 രൂപയും പിന്നെ ഒരു ഫെൻഡറിന് 2,700 രൂപ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പഴയത് തന്നെ കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെഡ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ ഇത് രണ്ടും നമ്മൾ പുതിയത് വാങ്ങിച്ച് വെച്ചേട്ടോ, ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ രണ്ട് ഫെൻഡറിലും ഷോമൺ കാർഡ് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. പുതിയതാ. ഫ്രണ്ട് പഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയത് പഞ്ചിങ് അല്ലായിരുന്നു, ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പഞ്ചിങ് നമ്പർ പ്ലേറ്റ് ഉണ്ട്, അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് പുതിയ പത്രവാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പഞ്ചിങ് നിർബന്ധമാക്കി പഴയ വണ്ടികൾക്കെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നോക്കുവാണെങ്കിൽ പടുതയും അതുപോലെ അപ്പോൾസറി വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം രണ്ടിനും പടുതയെ നമ്മൾ പുതിയത് അടിച്ചിട്ടുണ്ട്, അത് കമ്പനി പടുതയായിട്ട് അടിച്ചേക്കുന്നത്. നമ്മൾ അടിമാലി കൊണ്ട് അതിൻ്റെയൊക്കെ വീട് നമ്മൾ ചെയ്തതാണ്. പിന്നെ ഫ്രണ്ട് സീറ്റൊക്കെ നമ്മൾ പുതിയത് കുഷനും കാര്യങ്ങളൊക്കെ അടിച്ചാണ്. അപ്പോൾ അതിനെന്ന് പറഞ്ഞ പ്രൈസ് എന്ന് പറയുമ്പോൾ 12,500 വന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ആ സീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഫ്രണ്ടിലത്തെ സീറ്റിൽ നമ്മൾ കവർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കിൻ്റെ സീറ്റ് അത്യാവശ്യം നല്ലതായതുകൊണ്ട് കവർ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കഴുകിയെടുത്തത് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ പടുതടി മറ്റേ സ്റ്റെപ്പിലേക്ക് ചെറിയൊരു പടുത കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന് കവർ നമ്മൾ തയ്പ്പിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ബാക്കിലത്തെ ടൈലൈറ്റിനുണ്ട് പുത്തൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാണുന്നത്. പിന്നെ അതുകൂടാതെ 4 ചവിട്ടുപടിയല്ല, ഇത് ഫെൻഡേഴ്സ് മഡ് ഫ്ലാപ്പ് മാറ്റിയിട്ടുണ്ട്. ബാക്കി അതുപോലെ തന്നെ പഞ്ചിങ് ടൈപ്പ് നമ്പർ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ വണ്ടിയിൽ പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മൊത്തം പ്രൈസ്, ഈ വണ്ടി ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പണിതിറക്കിയ മൊത്തം പ്രൈസ് പറയാം കേട്ടോ. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ ഈ വണ്ടിയിൽ ചെയ്തേക്കണ പണിയെല്ലാം നമ്മളൊരു കണക്ക് കൂട്ടി എടുക്കുകയാണെങ്കിൽ ഏകദേശം 84,220 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റിംഗ് ഫീസ് കൂട്ടാതെ കേട്ടോ ഇത്രയും പൈസ ആയത്. 84,000 വണ്ടിക്ക് ചിലവായിട്ടുണ്ടെങ്കിലും 10,000 ഇതിൻ്റെ ടെസ്റ്റിംഗ് ഫീസായിട്ട് വന്നിട്ടുണ്ട്. മൊത്തം നമുക്ക് 84,000 വണ്ടി 84,220 രൂപ ചിലവായിട്ടുണ്ട്, വണ്ടി പണിതത് മാത്രം. അതായത് ഈ വണ്ടിയിലേക്ക് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഈ വണ്ടി അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മൾ പണിതിറക്കിയ പൈസ ആയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ഈ വണ്ടി 5-6 ദിവസം കണ്ടു വണ്ടി. അപ്പോൾ രണ്ടുപേര് വന്നവരെല്ലാം പറഞ്ഞത് ഇത്രയും പൈസ വണ്ടിയിലേക്ക് എന്താ കാണാനൊന്നുമില്ലല്ലോ പുറമെ, എവിടെ മുടക്കിയതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതാ എൻ്റെ സംശയം. അപ്പോൾ നമുക്ക് ഇത്രയും ചിലവായതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ നിൽക്കുന്ന കണ്ടീഷനിലാണ് വണ്ടി പണിതേക്കുന്നത്. അത് അത്യാവശ്യം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് നമ്മുടെ വണ്ടി എന്തോരം പണിതാലും നമുക്കത് പുറമേ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങി പോകുന്നതല്ലാതെ പുറമേ ഒരു ഇത് കാണാനൊന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് പറയുമ്പോൾ സ്പെയർ പാർട്സിനൊക്കെ നല്ല മുടിഞ്ഞ വിലയാണ്. നല്ല പ്രൈസ് എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രൈസ്. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ മൺകാടിൻ്റെ ബോണറ്റിൻ്റെ ഒക്കെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ എന്നാ പ്രൈസാണ്. അപ്പോൾ നമ്മൾ ഈ ബോഡിയിലേക്ക് പണിയുന്ന കാശ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ പരമായ കാര്യങ്ങളിലേക്കും അതുപോലെ ഗിയർ ബോക്സ് പരമായ കാര്യങ്ങളൊക്കെ പണിയുകയാണെങ്കിൽ നമുക്ക് ആവിഷ്കാരത്തിൽ മൂല്യമുള്ള കാര്യമാണ്. പക്ഷെ ബോഡിയിലേക്ക് പണിയാണെങ്കിൽ നമുക്കത് ഒരു മൂല്യമില്ലാത്ത കേസാണ്, ഒന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ വണ്ടി പുതിയതായിട്ട് എടുക്കാൻ പോണവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനോ അല്ലെങ്കിൽ ഗിയർ ബോക്സോ കാര്യങ്ങളൊന്നും അല്ല, ബോഡിപരമായ കാര്യങ്ങളാണ് നോക്കുന്നത്. നല്ല ബോഡിയുള്ള വണ്ടിയാണെങ്കിൽ വണ്ടി ധൈര്യമായിട്ട് എടുക്കാം. അതായത് ബോഡി ഒരു എടുത്ത് പണിത് വെച്ചാൽ അത് ആയുഷ്കാലം നിൽക്കും. അതായത് നമ്മൾ ചാത്തൻ ബോഡി ഉള്ള വണ്ടി എങ്ങാനും മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ, അതുപോലെ കാശും ഇറങ്ങും. നമ്മുടെ എഞ്ചിനും ഗിയർ ബോക്സും പണിയുന്നേക്കാളും കാശാവും നമ്മുടെ വണ്ടിയുടെ ബോഡി ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ വർക്ക്ഷോപ്പിലിട്ടല്ല നമ്മളെ വണ്ടി ചെയ്തത്, അതും കൂടി പറ. അപ്പോൾ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലിട്ടല്ല കേട്ടോ പണിത്. ഇപ്പോൾ വർക്ക്ഷോപ്പിലിട്ട് നമ്മൾ ടെസ്റ്റ് വർക്കിൻ്റെ വണ്ടി കയറ്റിയാൽ ഏകദേശം 1.25 ലക്ഷം രൂപ ചിലവാകും. അതായത് നമുക്കിപ്പോൾ 84 രൂപ അടുത്തായിട്ടുള്ളൂ. നമ്മൾ വീട്ടിലിട്ട് പണിതുകൊണ്ട് 84,000 രൂപ ആയിട്ടുള്ളൂ. അത് നമ്മൾ പിടിച്ചാ പണി ചെയ്തത്. അപ്പോൾ 1.25 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ ഉണ്ടെങ്കിലാണ് ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഇതുപോലത്തെ വണ്ടി ഇതുപോലെ പുത്തനായിട്ട് വണ്ടി ഇറക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ വേറെ കാര്യം കൊണ്ടുണ്ട്, നമ്മൾ എത്ര ദിവസം കൊണ്ട് ഈ വണ്ടി പണിത് തീർത്തത് അതെന്ന് പറഞ്ഞേ. മൊത്തം 13 ദിവസം കൊണ്ടാണ് ഈ രണ്ട് വണ്ടി ഒന്നല്ല 2 വണ്ടി നമ്മൾ പെയിന്റ് അടിച്ച് ഈ കണ്ടീഷൻ ടെസ്റ്റ് വർക്കും കഴിഞ്ഞ് വണ്ടി പേപ്പർ കെട്ടി നിന്ന് ഇറങ്ങിയത് 13 ദിവസം കൊണ്ട്. അതാണ് കാര്യം. ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയ ഒരു വണ്ടി എത്ര ദിവസം കൊണ്ട് ഇറങ്ങൂടാ അതെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ചെറിയൊരു പെയിന്റ് അടിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു 14 നമ്മുടെ വണ്ടി കയറ്റുന്നതിന് മുമ്പ് കയറ്റിയിട്ട് വണ്ടി ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട് പെയിന്റ് അടിക്കാൻ വേണ്ടി. അതായത് ഒരു കൂടി വന്ന ഒരു 2 മാസം എന്തെങ്കിലും പിടിക്കും ഒരു വണ്ടി വർക്ക്ഷോപ്പിൽ ഫുൾ പണിയും കഴിഞ്ഞ് ഈ ഒരു കണ്ടീഷൻ ടെസ്റ്റും കഴിഞ്ഞ് ഇറങ്ങണമെങ്കിൽ. മച്ചാമാരെ അപ്പോൾ അതേ നമ്മുടെ 2 വണ്ടിയും 13 ദിവസം കൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ 13 ദിവസം കൊണ്ട് നമ്മൾ മൊത്തം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതിനെക്കുറിച്ച് ഒരു ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. എങ്ങനെയാണ് 13 ദിവസം കൊണ്ട് നമ്മൾ 2 വണ്ടി ഇറക്കിയേ, അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞേ. ഇപ്പോൾ ഒരു 13 ദിവസം കൊണ്ട് ഈ 2 വണ്ടി ഇറങ്ങിയെന്ന് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പോലും പെൻഡിങ് കൊടുത്തിട്ടില്ല ഒരു പണി. അപ്പോൾ നമ്മുടെ വണ്ടി 2 വണ്ടിയും ഒരേ സമയത്താണ് പീസാക്കിയത്. അതായത് പെയിൻ്റ് അടിക്കാനുള്ള എല്ലാ പീസാക്കിയത് ഒരേ സമയത്താണ്. അപ്പോൾ ഇതിൻ്റെ അടിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് തന്നെ അടിമാലി കൊണ്ടുപോയി കൊടുത്ത് അവിടെ കൊടുത്തായിരുന്നു റെഡിയാക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ വണ്ടിക്ക് ഒരു വണ്ടി പാച്ച് വർക്കിന് കയറ്റുമ്പോൾ മറ്റേ വണ്ടി പാച്ച് വർക്കും കഴിഞ്ഞ് പുട്ടി വർക്കിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുട്ടി വർക്ക് കഴിയുമ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ പാച്ച് വർക്കും കഴിഞ്ഞ് ഇതിലേക്കും പുട്ടി വർക്കിലേക്ക് കയറി അവരോടും ഷിഫ്റ്റ് ഓരോ സമയത്ത് തന്നെ ഷിഫ്റ്റ് ചെയ്താണ് പണി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യമേ നമ്മുടെ വണ്ടി ആട്ടോ പെയിൻ്റ് അടിച്ചിട്ട്, കാരണം ഇതിന് ഒത്തിരി പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ നമ്മുടെ വണ്ടി പുട്ടിയിട്ട് ഇറങ്ങി പെയിൻ്റ് അടിച്ചിറങ്ങിയതിന് ശേഷമാണ് ഈ വണ്ടി നമ്മൾ പെയിൻ്റ് അടിച്ചിറക്കിയത്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ 2 വണ്ടിയുടെ പണി അങ്ങനെ നടന്നുകൊണ്ട് നമുക്ക് 13 ദിവസത്തിനുള്ളിൽ വണ്ടിയുടെ പണി തീർക്കാൻ പറ്റി. അപ്പോൾ ഈ 2 വണ്ടിയും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ അടിമാലി സീറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു. അപ്പോൾ നമ്മൾ 2 വണ്ടിയും കൂടെ നമ്മൾ അടിമാലിക്ക് പോയി വയറിങ് ചെയ്തു. അത് ഒരേ ദിവസം തന്നെ വയറിങ്ങും ചെയ്തു. അതുപോലെ പഴുതയും സീറ്റും ഒക്കെ ചെയ്തിറക്കി, അന്ന് തന്നെ നമ്മൾ ചെയ്തിറക്കി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ പെൻഡിങ് കൊടുത്തില്ല ഒരു പണി. നമ്മൾ 13 ദിവസം ഈ വണ്ടിക്ക് പണിയായിരുന്നു. അപ്പോൾ അങ്ങനെയാട്ടോ നമ്മൾ തുടർച്ചയായ 13 ദിവസം കൊണ്ട് പണി തീർത്ത് വണ്ടി ഇറക്കി. 13ാമത്തെ ദിവസം നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്തു. ഈ വണ്ടിക്ക് പെൻഡിങ് വന്നു കേട്ടോ. ഇതിൻ്റെ ഡിസംബർ 5-ാം മാസം തീർന്നിട്ട് 6-ാം മാസമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. അതിന് എത്രയാണ് പെനാൽറ്റി വന്നേ? അത് 3,500 രൂപ 3,200 തോന്നുന്നു. 3,200 രൂപ. ഇപ്പോൾ 2 ആഴ്ചയായാലും 3 ആഴ്ചയായാലും ഒരു ദിവസമായാലും പെനാൽറ്റി വരുന്ന പ്രൈസാണ് 3,200 രൂപ. പിന്നെ വേറൊരു കാര്യമുണ്ട്, സീറ്റ് ബെൽറ്റിന് 1994 മോഡൽ വണ്ടികൾക്ക് സീറ്റ് ബെൽറ്റ് വേണം. ഞങ്ങൾ ആർടിഒയിൽ ചെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം കേട്ടോ. സാറേ പിന്നില്ലേ നമ്മുടെ ജീപ്പിനൊക്കെ സീറ്റ് ബെൽറ്റ് എത്ര മുകളിലോട്ടാണ് വരണ്ടേ? 94 ശേഷം നമ്മൾ വണ്ടിക്ക് സീറ്റ് ബെൽറ്റുമായിട്ടാണ് പറയുന്നത്. 93 ഒരു വർഷത്തിന് ശേഷം മാനുഫാക്ചർ ചെയ്യുന്ന സീറ്റ് ബെൽറ്റ്. നമ്മൾ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു. അതൊന്ന് കാണിച്ചടാ വാ. ഈ വണ്ടിയിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഡ്രൈവറിനും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു എങ്ങനെ പിടിപ്പിച്ചതെന്നുള്ള കേസൊക്കെ. ഈ വണ്ടി കൊണ്ടുവരുമ്പോൾ ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നു, കമ്പനി ഇറക്കി വിട്ടതാണ്. എന്നാലും ഊരി കളഞ്ഞാട്ടോ, ഇതിന്റെ ഓണർ ഊരി കളഞ്ഞ കേട്ടോ. ഇനി ഒരു സീറ്റ് ബെൽറ്റിനെ കണ്ട് ഒരു സൈഡിന് 2,000 രൂപ തന്നെ, അങ്ങനെ 2 സൈഡിലും 4,000 രൂപ തന്നെ. ജീപ്പിലൊക്കെ എന്നെ ഷോക്കല്ല സീറ്റ് ബെൽറ്റ് ഇട്ട് ഓടിക്കുക. സത്യം പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ജീപ്പിലിട്ടുകൊണ്ട് ഒരു ഗുണമില്ല കേട്ടോ.
കാരണം എയർ പക്ഷേ ഈ ബാഗോ വണ്ടിക്ക് 5 കാര്യങ്ങളൊന്നും പെറ്റി നടന്നു, സീറ്റ് പെറ്റില്ലാത്തതുകൊണ്ട്. 5 7 പെറ്റി ഉണ്ടായിരുന്നു. ടെസ്റ്റിന്റെ ഫീസിന്റെ അത് ഇതിന്റെ പെറ്റിയും കൂടി കയറി വന്നിരുന്നു കേട്ടോ. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് എല്ലാ പെറ്റികളും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ടെസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുക. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ കേസിലേക്ക് പോവാം. അതൊക്കെ ഇനി നമ്മുടെ വണ്ടിയിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടിയെ തിരിച്ചറിയുന്നത് തന്നെ ഈ കളറിലാട്ടോ. ഗോൾഡൻ ബീച്ച്. ഗോൾഡൻ ബീച്ച് ഇത് മെറ്റാലിക് ആട്ടോ, മെറ്റാലിക് കമ്പ്യൂട്ടർ പെയിൻ്റ് ആണ്. ഇത് വ്യത്യാസമുണ്ട്, നല്ല തിളക്കത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് സോൾഡും ഇത് മെറ്റാലിക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഈ വണ്ടി ഓടി വരുന്ന കാണുമ്പോൾ തന്നെ അറിയാവുന്നത് നമ്മുടെ വണ്ടി മഞ്ജുക്കുട്ടിയെ വണ്ടിയെന്ന് എല്ലാവർക്കും തന്നെ അറിയാം കേട്ടോ. പിന്നെ ഈ പെയിൻറ്റിനെ അപേക്ഷിച്ച് കുറച്ച് വില കൂടുതലുണ്ട്, പ്രൈസിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയിലേക്ക് അത്യാവശ്യം ചെറിയ ചെറിയ മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിലൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ നോക്കുവാണെങ്കിൽ ഓപ്പൺ ഗ്ലാസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചടാ. ഓപ്പൺ ഗ്ലാസ് ഫിറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. അതേ വൈപ്പർ ഒരു തൊല്ലയാണ്, പൊക്കി വെക്കണം. പൊക്കി ഇവിടെ ഒരു ഹുക്കുണ്ട്. ഈ ഒരു ഹുക്ക് നമ്മൾ റിലീസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ സാധാ ഫ്രെയിം വാങ്ങിച്ചിട്ട്, സാധാ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പുതിയത് മാറ്റിയതാട്ടോ. ഈ ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ഫ്രെയിമിന് എത്രയായിരുന്നു? ഇത് 5400 തോന്നുന്നു. 5400 രൂപ ഈ ഫ്രെയിമിന്. നമ്മൾ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, മറന്നു അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടം വരെ വളഞ്ഞാണ് വരുന്നത്. ആ ഒരു ടൈപ്പ് മാറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രെയിമിന് തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം പോയായിരുന്നു ആ ഫ്രെയിം. അതുകൊണ്ടല്ല മാറ്റിയത്. ആ ഫ്രെയിമിലേക്ക് ആയാലും ഈ ഫ്രെയിമിലേക്കായാലും ഈ ഗ്ലാസ് ഫ്രെയിം പിടിപ്പിക്കുന്ന ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. കണ്ടോ, ആ ഒരു സ്ക്രൂ നമ്മൾ മുറുക്കിയാണ്. ഇത്രയും ഒരു ഇതിനാണ് ഈ സാധനം പൊങ്ങുള്ളൂ. ഇനിയും പൊങ്ങും, ഇച്ചിരി കൂടി പൊക്കി വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്ലാസ്സിന് എത്രയാടാ? 5800 രൂപ ഫിറ്റിംഗ് ഉൾപ്പെടെ. നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് വാങ്ങിയത്. ഇവിടെയൊക്കെ നോക്കിയിട്ട് മൂവാറ്റുപുഴയിലെ സാധനം വാങ്ങാൻ കിട്ടിയത്. ഇതാണ് ഓപ്പൺ ഗ്ലാസ്. പിന്നെ നമ്മൾ പടുതയിൽ മോഡിഫിക്കേഷൻ വരുത്തി. പടുതയിൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ പഴയ പടുത, നമ്മൾ പുതിയ പടുതയൊന്നും മാറില്ല. പഴയ പടുതയിൽ നമ്മൾ ഓപ്പൺ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ട്രക്കിംഗ് ജീപ്പുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി കണ്ടോ. അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ചുറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഈ പടുത അടിച്ചതിന് നമുക്ക് പഴയ പടുതയിൽ ഈ ഒരു സെറ്റപ്പ് ചെയ്തതിന് നമുക്ക് 3500 രൂപ സംതിങ് റേറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ചിലവരൊക്കെ ഇവിടെ ഹുക്കാണ് പിടിപ്പിക്കുന്നത് ഈ ഒരു സ്ലിപ്പിന് പകരം. അപ്പോൾ അത് ഇതാക്കി കഴിഞ്ഞാൽ പടുതയെ തുടിഞ്ഞ് കിടക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പിൽ ബോഡിയിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ. പിന്നെ നമ്മൾ ബാക്ക് സീറ്റ് പണിതു, മേജർ ടൈപ്പ്. അതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചാപ്പ തന്നെ പണിത് കേട്ടോ. നമ്മൾ വാങ്ങിച്ചല്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ പണിതെടുത്ത. നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം. പോട്ടെ, ഇത് കമ്പനി വരുന്ന പോലെ തന്നെ പണിതെടുത്ത സീറ്റാണ്. കമ്പനി വരുന്ന പോലെ ഫിറ്റിംഗ് പിടിപ്പിച്ച് കണ്ടോ. നമ്മുടെ ബാക്കിൽ ആ ജീപ്പിൻ്റെ അതേ സ്റ്റോക്ക് വന്നിരുന്ന അതേ ഇത് തന്നെ കേട്ടോ. അതായത് കമ്പനി വന്നിരുന്ന അതേ സീറ്റാണ് നമ്മൾ ഇതാക്കിയത്. അപ്പോൾ സീറ്റിൽ നമ്മൾ പുതിയ അപ്പോൾസറിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതുപോലെ പടുതയും ചെയ്തതിന് നമുക്ക് മൊത്തം ഈ വണ്ടിയിലേക്ക് അപ്പോൾസറി ചെയ്തതിന് മൊത്തം നമുക്ക് എത്രയായെന്ന് വെച്ചാൽ 13000 രൂപ. 13000 രൂപയുടെ വർക്കൗട്ട് ഈ വണ്ടിയിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾസറിയും പടുതയും ബാക്കി സീറ്റും. ഫ്രണ്ട് സീറ്റൊന്നും നമ്മൾ പണിതില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിലേക്ക് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ മൊത്തം പ്രൈസ് പറയാം കേട്ടോ. നമ്മുടെ വണ്ടിയിലേക്ക് ഈ വണ്ടിയിലേക്കുള്ള മൊത്തം പ്രൈസ്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കേസ് പറയണ്ടേ. പെയിൻറ്റിങ്ങിനും ഇതേ സെയിം തന്നെ പ്രൈസ് ആയിട്ടോ 2 വണ്ടിക്കും. പിന്നെ നമ്മൾ മേടിച്ച അതിൽ നിന്നും വ്യത്യാസമായി നമ്മൾ അല്ലാണ്ടും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതിൻ്റെ ലിസ്റ്റും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മുടെ വണ്ടിക്ക് തന്നെ തികയാണ്ടൊക്കെ വന്നു. അപ്പുറത്തെ വണ്ടിക്ക് ഇപ്പുറത്തെ വണ്ടിക്കായാലും തികയാണ്ടൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ തന്നെ ഈ റേറ്റ് തന്നെയായി. ഈ വണ്ടിയിലേക്ക് മുടക്കി അതേ പൈസ തന്നെ ഈ വണ്ടിയിലേക്കും പെയിൻറ്റിങ്ങിനായിട്ടുണ്ട്. അല്ല, പെയിൻറ്റിങ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ടാണ് വണ്ടിക്ക് വന്നത്. അതായത് ഈ 2 വണ്ടി നമ്മൾ പെയിൻ്റ് അടിച്ച് ഇറങ്ങി മൊത്തം ചിലവും കൂട്ടി നോക്കുമ്പോൾ ഈ 84,500 തന്നെ ആയിട്ടുണ്ട് ഈ 2 വണ്ടിയിലേക്ക്. ഓരോ വണ്ടിക്ക് 84,500 രൂപ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ വരുന്ന പൈസ ഈ വണ്ടിയിൽ വാങ്ങുന്ന സാധനങ്ങളും ഈ വണ്ടിയിൽ വാങ്ങുന്ന സാധനങ്ങളും പ്രൈസ് ഫില്ലായി പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഈ വണ്ടിക്ക് 2 ബോണറ്റും ഒരു ബോണറ്റും 2 ഫെൻഡറും വാങ്ങിച്ചപ്പോൾ ഇതിലേക്ക് നമ്മൾ പുതിയ ഗ്ലാസ് ഫ്രെയിമും അതുകൂടാതെ നമ്മൾ പുതിയ ഓപ്പൺ ഗ്ലാസും വാങ്ങിച്ചു. അപ്പോൾ അത് ടാലി ആയിപ്പോയി ആ 2 പ്രൈസ്. അങ്ങനെ ടാലി ആയി വരുമ്പോൾ 2 വണ്ടിക്കും ഒരേ സെയിം പ്രൈസ് ആയിട്ട് വന്നത്. അപ്പോൾ
അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് വണ്ടിയും രണ്ട് വിധത്തിലാണ് ടെസ്റ്റ് ചെയ്തത്. അതായത് ഈ വണ്ടി ഏജന്റ് മുഖേനയും അതുപോലെ ഈ വണ്ടി നമ്മുടെ സ്വന്തം റിസ്കിലെടുത്ത് അക്ഷയ മുഖേനയായിട്ട് ഇത് ചെയ്തത്. നേരിട്ടാട്ടോ ടെസ്റ്റ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ വണ്ടിക്ക് ബുക്കിൽ കളറ് വേറെ ആയിട്ട് കിടക്കുന്നത്. ഈ കളറല്ല, നീല കളറിലാണ് ഈ വണ്ടി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യണം, അതുപോലെ കളർ മാറ്റണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് റിന്യൂവൽ ചെയ്യാനോ അല്ലെങ്കിൽ കളർ മാറ്റാനോ പറ്റത്തുള്ളൂ, രണ്ടും കൂടി ഒന്നിച്ച് നടക്കത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ റിന്യൂവൽ ചെയ്തിട്ട് ഒറിജിനൽ ബുക്ക് വന്നിട്ട് ടെസ്റ്റ് കളർ മാറ്റാനാണ് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കളർ മാറ്റിയിട്ട് ആ ബുക്ക് വന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇപ്പോൾ കളർ മാറ്റണമെങ്കിൽ ഒറിജിനൽ ബുക്ക് വേണം, അതുപോലെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒറിജിനൽ ബുക്ക് വേണം, RC ബുക്ക് വേണം. അപ്പോൾ നമ്മുടെ വണ്ടി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒറിജിനൽ ബുക്ക് അവിടെ നിന്ന് വന്നിട്ടാണ് നമുക്ക് വീട് കളർ മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കളർ മാറ്റാൻ അപേക്ഷ കൊടുത്തിട്ട് അവരത് വണ്ടി വന്ന് നോക്കി കളറൊക്കെ റെഡി ഓക്കെ ആണെങ്കിൽ ആ ബുക്ക് വന്നാലാണ് വീണ്ടും ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത് പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ നമ്മളില്ലേ ആദ്യമേ കളർ മാറ്റിയിട്ടാണ് റിന്യൂവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രയും താമസം വരും. അതായത് നമുക്ക് 3200 രൂപ പെനാൽറ്റി അടിക്കേണ്ടി വന്നേനെ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തതെന്ന് പറയുമ്പോൾ ആദ്യമേ റിന്യൂവൽ ചെയ്തു, പിന്നീട് റിന്യൂവൽ ചെയ്ത് കഴിഞ്ഞ് ആ ബുക്ക് വന്നതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് കളർ ചേഞ്ചിങ്ങിന് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കേസ് കേട്ടോ കേട്ടോ ഇതിൽ. അപ്പോൾ മച്ചാൻ അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് വീഡിയോ, അതായത് ടെസ്റ്റിംഗ് വീഡിയോയുടെ ലാസ്റ്റത്തെ റിവ്യൂ ആട്ടോ ഇത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു DI ജീപ്പിൻ്റെയും MDI ജീപ്പിൻ്റെയും മോഡലിൽ വന്നേക്കുന്ന കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് വണ്ടിയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ നോക്കിയോ, മോഡലിൽ തമ്മിലുള്ള വ്യത്യാസം. ഇത് 1993 മോഡൽ DI ജീപ്പും ഇത് 2003 മോഡൽ MDI, അതായത് 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ രണ്ട് വണ്ടിയും തമ്മിൽ. ഈ രണ്ട് വണ്ടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ആശിക്ക് പറഞ്ഞു തരും. തുടങ്ങിക്കോടാ. അപ്പോൾ ഈ രണ്ട് വണ്ടിയും കമ്പനി 4 വീലായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ രണ്ട് വണ്ടിയും തമ്മിൽ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയേക്കാം. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ബമ്പർ, ഇത് ഒറ്റ പീസ് ബമ്പറാണ് വരുന്നത്. നമ്മുടെ ജീപ്പിൻ്റെ നോക്കിയേ 3 പീസാണ് മൊത്തം. ഈ സാധനത്തെ മീശ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഉള്ള ബമ്പർ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇതിന് സ്ട്രോങ് കുറവാണ്. അപ്പോൾ കമ്പനി അറിഞ്ഞുകൊണ്ട് തന്നെ സ്ട്രോങ് കുറവ് കൊടുത്തത്. അതിൻ്റെ കാരണം എന്താ റാശിക്ക്? പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുകയും പെട്ടെന്ന് ഒടിഞ്ഞു വളയാനൊക്കെ ആയിട്ടത്. അതായത് ഈ ക്രോസ് ബമ്പർ പെട്ടെന്ന് ഒടിഞ്ഞു പോയിട്ട് ഈ ചേസിന് പ്രത്യേകിച്ച് ഡാമേജും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ബലം കുറഞ്ഞ ബമ്പർ കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ. ഇതെന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ബമ്പറാണ്, അതായത് നല്ല ഒരുവിധപ്പെട്ട നല്ല ഇടി വരെ ഈ ഒരു ബമ്പർ താങ്ങും. ഇത് കമ്പനി അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് മോഡലിലേക്ക് വ്യത്യാസം മാറ്റിയിട്ടുണ്ട്. പിന്നീടെന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലിൽ ഫ്രണ്ടിൽ കമ്പനി ഫിറ്റിംഗ് ഷോക്കാണ് ഇത്, സ്റ്റിയറിങ്ങിൻ്റെ ഷോക്ക് നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ചാട്ടോ. പിന്നീട് ഹൗസിങ്ങിൻ്റെ കേസ് ഇതുണ്ട്. നമ്മുടെ പഴയ മോഡൽ ജീപ്പിലൊക്കെ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് സ്പിൻഡിൽ ബെയറിങ് ഹൗസിംഗ് ആണ് വരുന്നത്. എന്നാൽ ഈ ഒരു ജീപ്പിലേക്ക് വരുമ്പോൾ ഹൗസിങ് കവട്ട ടൈപ്പാട്ടോ തന്നെ കണ്ടില്ലേ. ഇതെന്ന് പറയുമ്പോൾ ഒടി കൂടുതലുണ്ട് ഇതിന്. അതുപോലെ തന്നെ മെക്കാനിക് ഭാഗം നോക്കിക്കഴിഞ്ഞാലും സിമ്പിളാണ്. ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ സ്പിൻഡിൽ ബെയറിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈപ്പ് ഹൗസിംഗ് ആണത്. ഈ ഒരു ഹൗസിങ് മെയിൻ്റനൻസ് കുറവും അതിന് ഇച്ചിരി കൂടുതലുമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ 2 പ്രാവശ്യം സ്പിൻഡിൽ ബെയറിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഹൗസിങ്ങിൽ മാറിയിട്ടുണ്ട്. പിന്നീടെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലീഫ് എന്ന് പറയുമ്പോൾ ഗ്രീസ് അടിക്കാത്ത രീതിയിലുള്ള പുഷ് ടൈപ്പാണ് വരുന്നത് കണ്ടില്ലേ. പിന്നെ നമ്മുടെ ജീപ്പിനെന്ന് പറയുമ്പോൾ ഗ്രീസ് അടിക്കുന്ന രീതിയിലുള്ള ആണ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഗ്ലാസ് ഫ്രെയിം എന്ന് പറയുമ്പോൾ പുതിയ ടൈപ്പാണിത്. നമ്മുടെ ജീപ്പിൽ ഇപ്പോൾ പിടിപ്പിച്ചത് പുതിയ ടൈപ്പാണ്, പക്ഷേ അത് നമ്മൾ മാറ്റിയതാണ്. അച്ചാമാരി ഇനി എൻജിൻ റൂമിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ DI എൻജിൻ റൂമിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടില്ലേ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ സ്പെക്കിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അറേഞ്ച്മെൻറ്റിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാധാ സെറ്റപ്പ് തന്നെയാണ്, സാധാ ബ്രേക്ക് സിസ്റ്റവും സാധാ ക്ലച്ചും അതുപോലെയൊക്കെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ MDI എൻജിൻ, 2523 cc തന്നെ കേട്ടോ 2 എൻജിനും വരുന്നത്. പിന്നീടെന്ന് പറയുമ്പോൾ എൻജിൻ സൗണ്ടിൽ നല്ല സ്മൂത്ത് എൻജിൻ സൗണ്ടാണ് ഈ ഒരു വണ്ടിക്ക്. അത് ഈ 2003 മോഡൽ MDI ജീപ്പിന് സ്മൂത്ത് എൻജിൻ സൗണ്ടാണ്. പക്ഷേ നമ്മുടെ ജീപ്പിനെന്ന് പറയുമ്പോൾ ഇച്ചിരി ഗാംഭീര്യമുള്ള സൗണ്ടാണ് എൻജിൻ സൗണ്ട്. പക്ഷേ നമ്മുടെ ജീപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തറാ, എൻജിൻ സൗണ്ട് എപ്പിച്ചു തരാം കേട്ടോ. സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടല്ലോ. 2-3 ദിവസം വണ്ടി ഓടാതെ ഇരുന്നിട്ട് ബാറ്ററി ചാർജ് ഇറങ്ങി പോയതാന്ന് തോന്നുന്നു. റേസ് ചെയ്തേ
ഒരു ഗാംഭീര്യമായ സൗണ്ടാണ്. നിർത്തിക്കോ. ആ, ഇനി നമ്മുടെ MDI ജീപ്പിൻ്റെ എൻജിൻ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. ഇതൊന്ന് സ്റ്റാർട്ട് ആക്കിടാ. കേട്ടോ ആ ഒരു എൻജിൻ്റെ സൗണ്ട് ഉണ്ടോ? നൈസാ. റേസ് ചെയ്തേ. മതിടാ, ഓഫാക്കിയോ. പിന്നീട് നമ്മുടെ ഈ എൻഡിലൊന്നും ഗ്രീസ് അടിക്കേണ്ടാത്ത ടൈപ്പ് ആട്ടോ ഈ വരുന്നത്. നമ്മുടെ ജീപ്പിലൊക്കെ ഗ്രീസും കാര്യങ്ങളൊക്കെ അടിക്കണം. പിന്നെ സ്റ്റിയറിംഗ് ബോക്സും അത്യാവശ്യം നല്ല മോഡലുള്ള സ്റ്റിയറിംഗ് ബോക്സ് ആയതുകൊണ്ട് നമുക്ക് തിരിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. അതുപോലെ തന്നെ കൈകാര്യം ചെയ്യാനൊക്കെ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ജീപ്പിന് അത്രയും പ്ലേ ഇല്ല ഇതിന്. മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ DI എഞ്ചിനെയും അതുപോലെ MDI എഞ്ചിനെയും തിരിച്ചറിയാൻ 2 മാർഗ്ഗമുണ്ട്. ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുമ്പോൾ സൗണ്ട്, അതായത് എഞ്ചിൻ്റെ സൗണ്ട് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒരുവിധപ്പെട്ട പേർക്കൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ രണ്ടാമതായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കണ്ടില്ലേ, ആ ഒരു ഭാഗം ഇങ്ങനെ ചതുരം പോലെയാണ് വന്നേക്കുന്നത്. കാണാമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ആ ഒരു ചതുരം പോലെയാണ് വന്നേക്കുന്നത്. ഇനി നമ്മുടെ MDI ജീപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ MDI എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കണ്ടോണേ, വ്യത്യാസം കണ്ടോണേ. കണ്ടില്ലേ, ആ ഒരു ചതുരം എന്നുള്ളത് നമ്മുടെ DI ജീപ്പിൻ്റെ ആ ഒരു MDI ജീപ്പിൻ്റെ അതിൽ കർവാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ, വളഞ്ഞ വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ MDI എഞ്ചിനെയും അതൊരു DI എഞ്ചിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ 2003 മോഡൽ MDI ജീപ്പിൽ പവർ ബ്രേക്കോ ഇല്ലെങ്കിൽ പവർ ക്ലച്ചോ ഒന്നും വരുന്നില്ല. സാധാ ക്ലച്ചും സാധാ ബ്രേക്ക് സിസ്റ്റവും ഒക്കെയാണ് വരുന്നത്. നമ്മുടെ MDI ജീപ്പിലും DI ജീപ്പിലും സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എഞ്ചിൻ റൂമിൽ വരുന്നത്. അച്ചാമാരി നമുക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇത് കണ്ടില്ലേ, പറ. മച്ചാമാരെ ഇതുണ്ടല്ലേ, ഇങ്ങനെയാണ് കമ്പനി വരുന്നത്. നമ്മുടെ വണ്ടിക്ക് ഇതുപോലെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എത്ര ഇറക്കമുണ്ട്, ബോഡിയിൽ നിന്ന് വിട്ടാ ചവിട്ടുപടിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീപ്പിൻ്റെ നോക്കി എത്രയും കയറ്റി വെച്ചേക്കുന്നത്. ഓഫ് റോഡിങ്ങിൽ ഈ വണ്ടിക്ക് ചവിട്ടുപടിയും കാര്യങ്ങളൊക്കെ ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഡീസൽ ടാങ്ക് വരുന്നത്, ഇതിൻ്റെ ബാക്കിലാണ് വരുന്നത്. പിന്നീടെന്ന് പറയുമ്പോൾ ഹൗസിങ്, ഇത് കണ്ടില്ലേ, നമ്മുടെ ജീപ്പിൽ സ്റ്റോക്ക് വന്നിരുന്ന ഹൗസിങ് ഈ ഒരു ടൈപ്പാണ്, സാധാ ഹൗസിങ്. ഇത് നമ്മൾ സെൻട്രൽ ഹൗസിങ് കയറ്റിയതാണ്. ഇതിൻ്റെയൊക്കെ വീട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിന് ബാക്കി എന്നുള്ള വ്യൂ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ ജീപ്പിൻ്റെ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ കാണാനുണ്ടോയെന്ന് അറിയില്ല, സെൻട്രലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ആയിരുന്നു നമ്മുടെ ജീപ്പിൽ, ഈ ഒരു ഹൗസിംഗ് നമ്മുടെ ജീപ്പിലിരുന്നത്. ഇത് നമ്മൾ മാറ്റിയിട്ട് കമാൻഡറിൻ്റെ ഹൗസിംഗ് ആട്ടോ ഈ കയറ്റിയേക്കുന്നത്. മച്ചാമാരെ പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഹൗസിങ്ങിൻ്റെ എസ് തന്നെയാണ്. അതായത് ഡിഫറൻഷ്യലിലെ ക്രൗണിൻ്റെയും പിനിയൻ്റെയും പല്ലിൻ്റെ എണ്ണം കുറവാണ് നമ്മുടെ MDI ജീപ്പിൽ. എന്നാൽ നമ്മുടെ DI ജീപ്പിൽ ക്രൗണിൻ്റെയും പിനിയൻ്റെയും പല്ലിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഓൺ റോഡിൽ നല്ല പെർഫോമൻസ് കിട്ടുന്നത് നമ്മുടെ MDI ജീപ്പാണ്. അതുപോലെ ഓഫ് റോഡിലേക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്നത് നമ്മുടെ DI ജീപ്പാണ്. പിന്നെ ഡോറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, വിജാഗിരി ടൈപ്പാണ് വരുന്നത്. നമ്മുടെ എന്ന് പറയുമ്പോൾ ബുഷ് ടൈപ്പാണ് വരുന്നത്. അപ്പം അങ്ങനൊരു വ്യത്യാസമുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുറക്കുന്നു, ഇത് റൈറ്റ് സൈഡിൽ നിന്ന് തുറക്കുന്നു. ഇന്ത്യയിലേക്ക് പോടാ. ഈ വണ്ടിക്ക് ഇത് എക്സ്ട്രാ പിടിച്ച സീറ്റ് കേട്ടോ, കുട്ടി സീറ്റ്. പിന്നെ ഗിയറും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടീനെ പോലെ തന്നെ 4+ കേട്ടോ തന്നെ. അതായത് 4 വീലും സെയിം ഇതാണ്, നമ്മുടെ ഇതുപോലെ തന്നെയാണ് തന്നെ. പക്ഷെ നമ്മുടെ ജീപ്പിൻ്റെ ഗിയർ ബോക്സ് നമ്മൾ മാറ്റിയതാണ്. 2003 മോഡൽ ജീപ്പിൻ്റെ ഗിയർ ബോക്സ് നമ്മുടെ ജീപ്പിലിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 2003 സെയിം തന്നെയാണ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ. പിന്നീട് നമ്മൾ സ്റ്റിയറിംഗ് ലോക്ക് വരുന്നുണ്ട്. പുതിയ മോഡല് താക്കോലി കഴിഞ്ഞാൽ ലോക്കായി. നമ്മൾ കാറിലേക്ക് വന്ന സെയിം സിസ്റ്റം. പക്ഷെ നമ്മുടെ ജീപ്പിൽ അത് വരുന്നില്ല കേട്ടോ, സ്റ്റിയറിംഗ് ലോക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡിസ്പ്ലേ ടൈപ്പാണ് വരുന്നത്. അതിനെയൊക്കെ കുറിച്ചൊന്ന് പറഞ്ഞാ. നമ്മുടെ ഇതിൽ പഴയ മോഡല് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഡിസ്പ്ലേയും കാര്യങ്ങൾ ഇത് തന്നെ കേട്ടോ തന്നെ. തെളിച്ചത് കാണാനൊന്നും പറ്റും, വെയിലടിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് വാണിലാമ്പൊക്കെ തെളിഞ്ഞിട്ടുണ്ട്.
പിന്നീടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ആംബിയർ മീറ്റർ വരുന്നില്ല, കണ്ടില്ല, അത് അടച്ചായിട്ടിരിക്കുന്നത് ആ റൗണ്ടിലുള്ള സാധനം. നമ്മുടെ ജീപ്പിൽ നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ചാണ്. ഇത് നോക്കുവാണെങ്കിൽ ഗിയർ എല്ലാ വണ്ടിയെ പോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, പിന്നെ റിവേഴ്സ്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഗിയറും കാര്യങ്ങളിലൊക്കെ റിവ്യൂ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. 4 വീൽ ഗിയർ എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മുടെ ജീപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ പണ്ടോട്ടുള്ള ഇതാട്ടോ, അത് നമ്മൾ ഒന്ന് കുഷിനടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്ട്രേറ്റ് ലിവർ ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വളഞ്ഞ ലിവറായിരുന്നു, നമ്മൾ സ്ട്രേറ്റ് ലിവർ ആക്കി. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ നേരത്തെ വെള്ളം കയറി മീറ്ററും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ത്യയിൽ നമ്മൾ ചെയ്തത്. പിന്നെന്ന് പറഞ്ഞാൽ സൈഡ് പടതയാണ്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് അടിച്ചാന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ചാമറ്റ അപ്പോൾ അതേ നമ്മുടെ DA ജീപ്പും അതുപോലെ MDA ജീപ്പും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മച്ചാമര, അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഈ ഒരു MDA ജീപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ മൊത്തത്തിൽ തീർത്തിട്ട് പുള്ളി അവസാനം ഇതേ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടീനെക്കുറിച്ച് പുള്ളിക്ക് നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും നമ്മുടെ കൂടെ ഒരു മാസത്തിന് മുകളിൽ ഇവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിരിയുന്നതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ. ശരി അമ്മ. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പണിതിറക്കി അവസാനം റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ 2 വണ്ടിയും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ തൽക്കാലത്തേക്ക് ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.